മൈജി അടിച്ചു കയറിപ്പോ മെയ് 31 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്. അത് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നീ പിന്മാറാൻ സാധ്യതയില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് അതിനു വേണ്ട ഒരുക്കങ്ങളുമായിട്ട് തന്നെ ഞാൻ വന്നത്. എന്താ ഇത്? ലെഡ്ജർ ഇരിക്കുന്ന സേഫിന്റെ താക്കോല് പതിപ്പിച്ച സോപ്പ. ഇത് പരിചയമുള്ള ഏതെങ്കിലും താക്കോൽ ഉണ്ടാക്കുന്ന ആളുടെ അടുത്ത് കൊടുത്താ അയാൾ ഇതിന്റെ കൃത്യ അളവില് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി തരും. പിന്നെ സേഫ് തുറക്കുന്ന കാര്യം എളുപ്പമായില്ലേ? പക്ഷേ ഷെൽഫ് വരെ എത്തണമെങ്കിൽ ആദ്യം പട്ടിയുടെയും CCTVയുടെയും കാര്യം നോക്കണ്ടേ? വേണം. പട്ടിയെ മാനേജ് ചെയ്യാൻ ഞാൻ ഉറക്കഗുളിക വാങ്ങിയിട്ടുണ്ട്. അതിന്റെ ഭക്ഷണത്തിൽ അത് കലക്കി കൊടുത്താ അത് സുഖമായിട്ട് ഉറങ്ങിക്കോളും. പിന്നെ നീ വരുന്നതിന് തൊട്ടു മുമ്പ് ഞാൻ CCTV എല്ലാം ഫ്രീസ് ചെയ്തോളാം. അപ്പൊ അതില് പെടുവെന്ന് പേടിയും വേണ്ട. കൊള്ളാം. ആ വീട്ടുകാര് എന്നെ പ്രതീക്ഷയായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് ഞാൻ വരുന്ന സമയത്ത് നീ എന്തെങ്കിലും തരത്തിൽ അവരുടെ ശ്രദ്ധ തിരിക്കണം. അതിന് ഞാൻ എന്ത് ചെയ്യാന്? ഇത്രയൊക്കെ ആലോചിച്ച് കൂട്ടാങ്കി അതിനുള്ള വഴി ചിന്തിച്ചെടുക്കാനുള്ള ബുദ്ധിയും നിനക്കുണ്ട്. എന്നാ ശരി, ഇന്ന് രാത്രി എല്ലാം കൃത്യമായി പ്ലാൻ ചെയ്ത പോലെ നടക്കണം. അത് കഴിഞ്ഞാ എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നതൊന്നും നിർത്തണം. ആദ്യം നിന്നെ ഏൽപ്പിച്ച ജോലി വൃത്തിയായിട്ട് ചെയ്. ബാക്കി കാര്യങ്ങള് നമുക്ക് പിന്നീട് തീരുമാനിക്കാം. ഓക്കെ? ലൈസൻസ്, ബുക്കും പേപ്പറും ഒക്കെ ബാഗിലുണ്ട്. എടുക്കട്ടെ മാഡം? ദേ മഹിമേ, കളിക്കരുത്. നീ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് ഞാൻ അറിയുന്നുണ്ട്. നീ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതെന്ത് തന്നെയാണെങ്കിലും ഇതോടെ നിർത്തിക്കും. ഞാൻ ചേച്ചി പറയുന്നത് കേട്ട് കാര്യങ്ങൾ ചെയ്യുന്ന കാലമൊക്കെ കഴിഞ്ഞു. വെറുതെ വാശി കാണിക്കാൻ നിൽക്കരുത് മോളെ. ഇന്നലെ നീ ശരിക്കും പെട്ടുപോകേണ്ടതായിരുന്നു. എങ്ങാനും നീ ഗോപാലന്റെ ബൗണ്ടറി കടന്നിരുന്നെങ്കിൽ നിന്റെ മീതെ കേസ് ചാർജ് ചെയ്യുമായിരുന്നു. അതിന് എന്റെ മുഖം ആരെങ്കിലും കണ്ടോ? നീ മുഖംമൂടി അണിഞ്ഞാലും ഇരുട്ടത്ത് നിന്നാലും എനിക്ക് നിന്നെ കണ്ടാ മനസ്സിലാവും. ഗോപാലിനും അത് നീയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അത് തെളിയിക്കാൻ പറ്റില്ല അല്ലേ? തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ ചെയ്യുന്നത് തെറ്റല്ലല്ലോ. മോളെ, നീ ഇതെന്തിനാ ചെയ്യുന്നത്? ജസ്റ്റിന് വേണ്ടി. ഗോപാലൻ കാശിന് ആർത്തി കാണിച്ചതിന്റെ ഫലമായിട്ടാ അവൻ മരിച്ചത്. അവനെ കൊന്നതിന് ഗോപാൽജി നിയമം ഒരിക്കലും ശിക്ഷിക്കാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം. അച്ഛന്റെ കേസിൽ നടന്നത് എന്താണെന്ന് കണ്ടതുകൊണ്ട് എനിക്കതിൽ ഒരു പ്രതീക്ഷയുമില്ല. ജസ്റ്റിനെ മാത്രം വിശ്വസിച്ച് കഴിയുന്ന ഒരു കുടുംബം അവനുണ്ടായിരുന്നു. ജസ്റ്റിൻ അവരുടെ ജീവിതത്തിൽ ഇല്ലാത്തതിന്റെ കുറവ് അവരിന്നും അനുഭവിക്കുന്നുണ്ട്. പക്ഷെ കുറഞ്ഞത് സാമ്പത്തികപരമായെങ്കിലും അവർക്കൊരു കുറവും ഉണ്ടാവരുത്. ഗോപാലിനോട് മര്യാദയുടെ ഭാഷയിൽ ഒരു തവണ ഞാൻ ആ കാശ് കൊടുക്കാൻ ആവശ്യപ്പെട്ടതാ. അപ്പോഴയാൾക്ക് സാധാരണക്കാരുടെ മുന്നിൽ മുട്ടുമടക്കാൻ ഈഗോ ആണത്ര. അതുകൊണ്ട് അയാൾക്ക് സാധാരണക്കാരുടെ ശക്തി എന്താണെന്ന് അറിയിച്ചു കൊടുക്കാന്ന് ഞാൻ തീരുമാനിച്ചു. മോളെ, നിന്റെ ഉദ്ദേശശുദ്ധി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇത് അപകടം നിറഞ്ഞ കളിയാ. നീ എന്തിനാ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നേ? മര്യാദയ്ക്ക് പഠിച്ച് നല്ലൊരു നിലയിലെത്തിയതിനു ശേഷം ജസ്റ്റിന്റെ കുടുംബത്തെ നിനക്ക് സഹായിച്ചൂടെ? ജസ്റ്റിന്റെ കുടുംബത്തിന് ഇപ്പോഴാ സഹായത്തിന്റെ ആവശ്യം. അവന്റെ അനിയത്തിന്റെ പഠിപ്പ് മുടങ്ങരുത്. അവർക്ക് താമസിക്കാൻ അടച്ചുറപ്പുള്ള ഒരു വീട് വേണം. ഇതൊക്കെ ഉടനെ നടക്കണമെങ്കിൽ ഗോപാലൻ കാശ് കൊടുത്തേ പറ്റൂ. അയാള് നിനക്ക് വേണ്ടി കെണി ഒരുക്കി കാത്തിരിക്കുമായിരിക്കും. വീട്ടില് CCTVയും പട്ടികളും ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ എന്ത് നോക്കിക്കൊള്ളാന്ന് നീ പറയുന്നേ? വർഷങ്ങളായിട്ട് മോഷണത്തിന് പോകുന്ന വലിയ കള്ളന്മാരെ പോലെയാ നീ ഇപ്പൊ സംസാരിക്കുന്നേ.
നിന്നെ ആ വീടിന്റെ പരിസരത്ത് നിന്നും ഗോപാലിന് കിട്ടിയ നിന്റെ ജീവിതം അതോടെ അയാൾ നരകമാക്കും. ജയിലിൽ പോവേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. മോളെ, നിന്റെ പഠിപ്പും ഭാവിയും ഒക്കെ പോവും. ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ ഇതിനെ ഇറങ്ങി തിരിച്ചത്. നീ എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയാണോ ഇതെല്ലാം ചെയ്യുന്നത്? എനിക്ക് ആരെയും തോൽപ്പിക്കണമെന്നൊന്നും ഇല്ല ചേച്ചി. പക്ഷേ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. അച്ഛൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഗോപാലനെ പോലുള്ളവരെ വരച്ച വരയിൽ നിർത്താൻ വേണ്ടതെല്ലാം ചെയ്തേനെ. അദ്ദേഹത്തിന് യൂണിഫോം ഒരിക്കലും ഒരു തടസ്സമായിരുന്നില്ല, മറിച്ച് ബലമായിരുന്നു. ചേച്ചിക്ക് അച്ഛനെ പോലെ എന്തുകൊണ്ടോ ആകാൻ പറ്റുന്നില്ല. അത് സാരമില്ല. യൂണിഫോം ഇല്ലാതെ ആ പണി എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മോളെ, അല്ലെങ്കിൽ ഈ പോലീസുകാരെ കൊണ്ട് ഒരു ഗുണവുമില്ല. വെറുതെ അവിടം വരെ പോയി നാണം കെട്ടത് മിച്ചം. അങ്ങനെ ഒരു ഗുണമുണ്ടായില്ലെന്ന് പറയണ്ട. നമുക്ക് മഹിമയെ സംശയമുണ്ടെന്ന് പോലീസിനെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ടല്ലോ. അവര് മഹിമയെ ചോദ്യം ചെയ്യാൻ തയ്യാറാവാത്തോണ്ട് ഇനി അവളെ നമ്മള് കയ്യോടെ പിടികൂടിയ മഞ്ജുവിന്റെ കുടുംബത്തോട് പക്ഷാഭേദം കാണിച്ചതിന് അരവിന്ദാക്ഷന്റെയും മഞ്ജുവിന്റെയും തൊപ്പി തെറിപ്പിക്കാൻ പറ്റും. അതിന് അവളെ കയ്യിൽ കിട്ടിയാലല്ലേ അവള് കൃത്യമായി എല്ലാ തവണയും രക്ഷപ്പെടുകയല്ലേ. കഴിഞ്ഞ തവണ വീടിന്റെ മതില് വരെ കയറിയിട്ട് അവസാന നിമിഷം സംശയം തോന്നിയിട്ട് അവള് തിരിച്ചു പോയില്ലേ. അതായത് അകത്ത് അവളെ പിടിക്കാൻ കെണി ഒരുക്കിയിരിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. എന്റെ ബലമായ സംശയം ഈ വീടിനകത്ത് നിന്ന് ആരോ മഹിമയെ സഹായിക്കുന്നുണ്ടെന്ന. നീ എന്നെ സംശയിക്കുവാണോ? എനിക്ക് കൂറുള്ളത് ഈ കുടുംബത്തിനോടാണെന്ന് തെളിയിക്കാൻ ഇനി ഞാൻ എന്തൊക്കെയാ ചെയ്യണ്ടേ? എനിക്ക് മതിയായി. നിനക്ക് ഇവിടെ അപമാനിച്ച് മതിയായില്ലേ? ഇപ്പൊ ഇവളും ഈ കുടുംബത്തിന്റെ ഒരു ഭാഗമാണ്. അത് നീ എത്രയും പെട്ടെന്ന് മനസ്സിലാക്കുന്നോ അത്രയും നല്ലത്. അച്ഛാ, മഹിമയ്ക്ക് ഈ വീട്ടിലെ വിവരങ്ങൾ മതി. തൽക്കാലം മഹിമയാണ് നമ്മുടെ പൊതുശത്രു. അവളെ എങ്ങനെ ഒറ്റക്കെട്ടായിട്ട് നേരിടാന്നാ നമ്മൾ ചിന്തിക്കേണ്ടത്. ഗോപാൽജി, ആ വാമനെ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് നിന്നെ വിളിപ്പിച്ചത്. എന്താ ഗോപാൽജി? മഹിമ വീണ്ടും ഒരു മോഷണം നടത്തുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു. അതൊക്കെ അവള് വെറുതെ ഒരു ആവേശത്തിന് പറയുന്ന ഗോപാൽജി. അങ്ങനെ ചെയ്യാനുള്ള ധൈര്യമൊന്നും അവള് കാണിക്കില്ല. നീ ഇതൊന്ന് കണ്ടു നോക്കി. അത് മഹിമയല്ലെന്ന് നീ പറയില്ലല്ലോ. ഡാഡി പരാതി കൊടുക്കാൻ സ്റ്റേഷനിൽ ചെന്നപ്പോ നിന്റെ ഭാര്യ പറഞ്ഞതും അങ്ങനെയാ. അവക്ക് എങ്ങനെയെങ്കിലും മഹിമയെ രക്ഷിക്കണമല്ലോ. അവൾ ഈ വീട്ടില് മോഷണം നടത്താൻ വരുന്നതിന് എന്നെയാ ഈ വീട്ടുകാരെല്ലാം സംശയിക്കുന്നത്. അവള് കാരണം എനിക്ക് മനസ്സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയായി. ഗോപാൽജി, നിനക്ക് എങ്ങനെയെങ്കിലും അവളോടൊന്ന് സംസാരിച്ച് ഇതിൽ നിന്നൊന്ന് പിന്തിരിപ്പിക്കാൻ പറ്റുമോ? അവൾ ഇതെല്ലാം ചെയ്യുന്നത് ജസ്റ്റിന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട്. ആ പയ്യൻ നമ്മുടെ ബാറിലെ മദ്യം കഴിച്ചിട്ടല്ലേ മരിച്ചത്. അപ്പോ എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കുന്നതല്ലേ അതിന്റെ ശരി.